വിശദീകരിക്കുന്നില്ല. ഇമാം ഖല്ലൂബി റഹിമഹുല്ല പറഞ്ഞ ചെറിയ ഒരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എത്ര തവണയാണ് നമ്മൾ ഇന്ന് ഭക്ഷണം കഴിച്ചത്, ഇനി കഴിക്കാനിരിക്കുന്നത്? എന്നാൽ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഒരു ദിവസം വരുന്നു. നീണ്ട സംഭവമാണ്, ഞാൻ ചുരുക്കുന്നു. ഫാത്തിമ എന്ന പൊന്നുമോളുടെ വീട്ടിലേക്കാണ് വരുന്നത്. വന്നിട്ട് പറയും, വന്നിട്ട് കയറുമ്പോഴാണ് ഫാത്തിമ എന്ന പൊന്നുമോള് പറയുന്നു, ഉപ്പാ വിശക്കുന്നുണ്ട് ഉപ്പാ, 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. മോളെ ഞാൻ 4 ദിവസമായി മോളെ. ഹസനൈനി കരയുന്നുണ്ടേ. നബിതങ്ങൾക്ക് സഹിച്ചില്ല. ഉടനെ ഇറങ്ങിയിട്ട് മദീനയിലെ കാരക്കത്തോപ്പുകളിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടിറങ്ങി. ആരാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ? ജനങ്ങളുടെ സ്വതക്ക എന്റെ മക്കൾക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ജനങ്ങളിൽ നിന്ന് ഐശ്വര്യവാനായി ജീവിച്ച് മാതൃക കാണിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി തോപ്പിലേക്ക്. അപ്പോഴതാ ഒരു അറാബി നിന്നിട്ട് തോട്ടം നനയ്ക്കുന്നു. ചോദിച്ചു, കൂലിക്കാരെ വേണോ തോട്ടം നനയ്ക്കാൻ? അതേ, ആവശ്യമുണ്ട്. അയാൾക്ക് ഹബീബായ നബിയെ അറിയില്ല, റസൂലുള്ളാഹിനെ അറിയില്ല. അയാള് പറഞ്ഞു, ഒരു ബക്കറ്റ് വെള്ളത്തിന് 3 കാരക്ക കൂലി എന്ന നിലക്ക് ജോലി ഏൽപ്പിച്ചു. ആ ജോലിയേറ്റിട്ടതാ വെള്ളം കോരാൻ വേണ്ടി തോട്ടത്തിലെത്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതാ 3 ബക്കറ്റ് വെള്ളം കോരി തോട്ടം നനച്ചു. മുഅ്മിനീങ്ങളെ, 4ാമത്തെ പ്രാവശ്യം കോരാൻ തൊട്ടിയിറക്കുമ്പോഴേക്ക് അവിടുന്ന് കയറിൽ നിന്ന് അറ്റ് തൊട്ടിയങ്ങ് വീണുപോയി. അറാബിക്കറിയില്ലല്ലോ ഇതാരാണെന്ന്. സംസ്കാരം കുറവാണല്ലോ അറാബികൾക്ക്. ഫലതമ വജ്ഹഹു, ഉടനെ ഹബീബായ നബിയുടെ മുഖത്തേക്ക് ഒരടി കൊടുക്കുന്നു അറാബി. റോസാപ്പൂ പോലെയുള്ള ശരീരത്തിലെ പ്രശോഭിതമായ മുഖത്ത് ഗ്രാമീണനായ അറാബിയുടെ കൈ പതിയുന്നു. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടറിയില്ല. അവിടുന്ന് ജോലി നിർത്തിവെച്ച് കഷ്ടപ്പെട്ട് തൊട്ടിയെടുത്ത് മേലെ കൊടുത്തിട്ട് കിട്ടിയ 9 കാരക്കയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. സഹ്റാഇന്റെ മക്കളെയൊക്കെ അവിടുന്ന് പോറ്റാൻ സഹ്റാഇന്റെ മക്കളെ 2 പേരെയും എടുത്ത് മടിയിലിരുത്തി. ഈ കാരക്ക ചീന്തിയിട്ടവരുടെ വായിൽ വെച്ചു കൊടുക്കുകയാണ്. തിരിച്ചു വരാം തോട്ടത്തിലേക്ക്. ബുദ്ധിമുട്ടില്ലാത്തവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഹബീബ് സഹിച്ചതല്ലേ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കാനുള്ള ഖൽബ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. റബ്ബേ, ആലിമീങ്ങൾ സാദാത്തുക്കളുടെ സ്നേഹങ്ങളും അവരുടെ ആദരവുകളും അവിടുത്തെ വാത്സല്യങ്ങളും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വരുമ്പോഴേക്ക് അറാബിയുടെ മനസ്സിൽ ഒരാലോചനയാണ്. ഞാൻ അടിച്ചത് മദീനത്തെ നബിയെയാണോ?
അയാളുടെ മനസ്സിൽ ഒരു സങ്കോചം. ഉടനെ അയാൾ ചിന്തിച്ചു, എന്റെ കൈ കൊണ്ടടിച്ചത് ഒരുപക്ഷേ നബിയെയാണെങ്കിൽ എനിക്ക് ഗുണം പിടിക്കില്ല. ഫാഖദൽ മുദിയത ഫഖതഅ കഫഹു, കത്തിയെടുത്തിട്ട് കയ്യങ്ങ് വെട്ടിമുറിച്ചു മാറ്റി. രക്തം വാർന്ന് ബോധരഹിതനായി കിടക്കുന്നു. അപ്പോഴാണ് വഴിയാത്രികരിൽ ആരോ ഒരു സംഘം ബോധം കെട്ട് കിടക്കുന്ന, കൈപ്പത്തി മുറിഞ്ഞു കിടക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് വരുന്നു. അയാളുടെ മുഖത്ത് വെള്ളം തളിച്ചെഴുന്നേൽപ്പിച്ചു. ചോദിച്ചു, എന്താ സഹോദരാ സംഭവിച്ചത്? പറഞ്ഞു, ഞാൻ ഒരാളെ അടിച്ചുപോയി. അത് നബിയാണോ എന്ന് സംശയിക്കുന്നു. അങ്ങനാണെങ്കിൽ എനിക്ക് ഗുണം പിടിക്കില്ലല്ലോ. അതോർത്തിട്ട് കൈമുറിച്ചതാണ്. മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അടിച്ച ഈ അറാബി ആ മുറിച്ച കൈയും ഇടത്തു കൈയിൽ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ചിറങ്ങി. മദീനയിൽ ചെല്ലുമ്പോ സ്വഹാബി പ്രമുഖരുണ്ട്. അവരോട് ചോദിക്കുന്നു, നബി എവിടെ? ഇവിടെ ഇല്ല, മോള് സഹ്റാഇന്റെ വീട്ടിലുണ്ടാകും. അവിടേക്ക് ചെന്ന് വാതിൽക്കൽ മുട്ടുന്നു. അകത്തിരുന്ന് രണ്ട് മക്കളെയും മടിയിലിരുത്തിയിട്ട് കാരക്ക കൊടുക്കുന്ന തിരുനബിതങ്ങൾ മകളോട് പറഞ്ഞു, മോളെ ഒന്ന് നോക്കതാരാണെന്ന്. പറയുന്നു, ഉപ്പാ. ഒരു കൈ മുറിച്ച് മറുകൈയിൽ പിടിച്ചൊരാള് വന്നു നിൽക്കുന്നു. ഉപ്പാനെ കാണാൻ വന്നതാണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുന്നു, കതക് തുറക്കുന്നു. അപ്പോഴാണ് അറാബി, തോട്ടത്തിൽ വെച്ച് മുഖത്തടിച്ച അറാബി കയ്യും മുറിച്ചുകൊണ്ട് മുമ്പിൽ നിൽക്കുന്നത്. അയാള് പറയുന്നു, ഓ, നിങ്ങൾ പ്രവാചകനാണെങ്കിൽ എന്റെ ഈ കൈ ഇവിടെ ഒട്ടിച്ചു തരണമെന്ന് പറഞ്ഞ് വന്ന് നിൽക്കുകയാണ്. കമബറാഅത്ത് വസീബൻ ബില്ലംസി റാഹതുഹു വഅത്ലഖത് അരീബൻ മിൻ ദിബ്ഖത്തിൽ ലമമി. ഞാൻ ഈ പറഞ്ഞത് എന്റെ വകയല്ല, ഇമാം ഖല്യൂബി ഉദ്ധരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ മുറിഞ്ഞു മാറിയ കൈയെടുത്ത് അവിടെ വെച്ചിട്ട് തുപ്പുനീര് പുരട്ടിയപ്പോൾ അറാബിയുടെ കൈ പൂർവസ്ഥിതിയിലാകുന്നു. അയാള് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ്. ഇസ്ലാമിലേക്ക് വരുന്നു. ഇവിടെ ഒന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തോട്ടത്തിൽ പോയി അധ്വാനിച്ച് അറാബിയുടെ കൈ പതിഞ്ഞ റസൂലുള്ളാന്റെ മുഖം നാളെ നോക്കണ്ടേ ചെറുപ്പക്കാരാ? റബ്ബ് തന്ന പണം കൊണ്ട് തോന്നിവാസങ്ങൾ നടത്തിയിട്ട് അള്ളാഹ്ക്ക് പൊരുത്തപ്പെടാത്ത പണി ചെയ്തിട്ട് വൃത്തികെട്ട ചാനലും കേബിളും പിടിച്ച് കെട്ടിയിട്ട് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോ എങ്ങനെ സമാധാനം പറയും? അതുകൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ട് നിന്റെ വീട്ടിലേക്ക് വരുന്ന കേബിളൊന്ന് കട്ട് ചെയ്തിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് വീട്ടിൽ നടപ്പിലാക്കി മാതൃകയോടെ ജീവിക്കാനും
മുഖത്ത് ക്ലീൻ ഷേവ് ചെയ്യുന്നവരുണ്ടോ? ഇത് ഹിദായത്തിന്റെ മജ്ലിസാകണം. നാളെ റസൂലുള്ളാഹിനെ അഭിമുഖീകരിക്കണം. ഖബറടക്കുമ്പോ ഒരിള മണ്ണ് കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലത്ത് റസൂലുള്ളാഹിന്റെ സുന്നത്തില്ലേ? അതുകൊണ്ട് മാറണം, ജീവിതം നന്നാകണം. എന്റെയും നിങ്ങളുടെയും ഹിദായത്തിന്റെ നിമിഷമാകണം. ഇത് റസൂലുള്ളാഹ് കാണുമെന്ന് പ്രതീക്ഷയുള്ള മജ്ലിസാണ്. കാരണം ഹബീബിന്റെ മദ്ഹ് പറഞ്ഞ മജ്ലിസാണ്. പേരക്കുട്ടി തുടങ്ങിത്തന്ന മജ്ലിസാണ്. ആശിഖീങ്ങൾ കിടക്കുന്ന നാടാണ്. അല്ലാഹുവേ, ഇത് ഹബീബിന്റെ ജിവാറിലെത്താൻ ഒരു വഴിയാക്കി തരണേ റഹ്മാനേ. ഖൽബ് നന്നാക്കണേ റഹ്മാനേ. ഈമാനിക പ്രഭാവം കൊണ്ട് ഖൽബ് നിറച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ച് സ്വലാത്തു ചൊല്ലി ഹബീബിനെ കണ്ടു മരിക്കാൻ നിയോഗം തരണേ അല്ലാഹ്. ഒരുപാട് തവണ സ്വപ്നത്തിൽ കാണിച്ചു തരണേ അല്ലാഹ്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിൽ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ ഇഷ്ക് നൽകണേ റഹ്മാനേ. ഒരുപാട് തവണ മദീനയിൽ ചെല്ലാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണാനും അവിടുത്തെയുടെ തിരുമുഖം കണ്ടു മരിക്കാനും നിയോഗം തരണേ റഹ്മാനേ. അല്ലാഹുവേ, ആശിഖുർ റസൂൽ ഞങ്ങളുടെ ചാരത്ത് കിടന്നുറങ്ങുന്നുണ്ട്. ദറജ ഉയർത്തി കൊടുക്കണേ റഹ്മാനേ. ഹബീബിന്റെ ഉശാഖി ത്വഹ ലാഹിഖ എന്ന ഗണത്തിൽ ഉയർത്തണേ റഹ്മാനേ. അവരെ സ്നേഹിച്ച് അവരുടെ മക്കളും അവരുടെ സ്നേഹിതരും അനുയായികളും എന്ന നിലക്ക് ഞങ്ങളെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളെയും ഈ സമുദായത്തെയും ഫളീഹത്താക്കല്ലേ മന്നാനെ. ഈ നാട് സുന്നത്തു ജമാഅത്തിന്റെ ഇസ്സത്തുള്ള നാടായി ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ റഹ്മാനെ. ഇവിടെ നടക്കുന്ന ബുറുദയും മറ്റു മജ്ലിസുകളുമെല്ലാം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന വാരിസീങ്ങളെയും സ്വാഹിബീങ്ങളെയും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണേ റഹ്മാനെ. മുറിയുന്നതാക്കല്ലേ റഹ്മാനെ, തുടർത്തി തരണേ മന്നാനെ. اللهم ربنا تقبل منا ببركة النبي محمد صلى الله عليه وسلم وآل النبي محمد صلى الله عليه وسلم وأصحاب النبي محمد صلى الله عليه وسلم وأولياء أمة نبيك محمد صلى الله عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.